ഹായ് മക്കളെ, കീം 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2 ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ്. കഴിഞ്ഞ വർഷം കീമിന് ചോദിച്ച എഞ്ചിനീയറിംഗ് ഫാർമസി 6 പേപ്പറുകളിൽ, എഞ്ചിനീയറിംഗിൻ്റെ 5ഉം ഫാർമസി 1ഉം 6 പേപ്പറുകളിലായിട്ട് വന്ന കോർഡിനേഷൻ കെമിസ്ട്രി, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്റർ, അതുപോലെ ഓർഗാനിക് സെക്കൻഡ് ഇയർ ഓർഗാനിക് ഫസ്റ്റ് ചാപ്റ്റർ ഹാലോ ആൽക്കെയിൻ ഹാലോ അറീഡ്സ്, ആ 2 ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കാം. റൈറ്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോർഡിനേഷൻ കോളം ലിസ്റ്റ് കോളം 1 കോളം 2 മാച്ച് ചെയ്യാനാണ് കേട്ടോ. കോളം 1 കോളം 2 മാച്ച് ചെയ്യാനാണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എക്സിബിറ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമെറിസം. ഇപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ഐസോമെറിസം തന്നിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ ഒന്നാമത്തേത് PT-NH3 twice Cl2 കാണുമ്പോൾ തന്നെ പറയാൻ സാധിക്കണം, they show geometrical isomerism. I hope you remember PT-NH2Cl2 cis trans isomerism കാണിക്കും. ഇറ്റ് മേ ബി NH3 cis ക്ലോറിൻ സിസ്. ഇതാണ് സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്ന സിസ് കോൺഫിഗറേഷൻ. ഇനി ഇതങ്ങ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ട്രാൻസ് ആയി അല്ലേ. നോക്ക്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രാൻസ് ആയി. ക്ലോറിൻ ഇവിടെ, ക്ലോറിൻ ഇവിടെ, 2 അമോണിയ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രാൻസ് ആയി. സോ ദ കൈൻഡ് ഓഫ് മോളിക്യൂൾ വിൽ ഷോ സ്ക്വയർ പ്ലാനാർ മോളിക്യൂൾ ആണ്. സിസ് ട്രാൻസ് ഐസോമെറിസം കാണിക്കുന്നു, ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുന്നു. അപ്പോൾ എ വരേണ്ടത് ജോമെട്രിക്കൽ ഐസോമെറിസം 4 വരണം. A4 എന്ന് പറയുമ്പോൾ ഈ ചോയ്സും നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി 3 ചോയ്സിലും A4 ആണ്. ഇനി ബി കിട്ടിയാൽ ആൻസർ ആയി കേട്ടോ. ബി കിട്ടിയാൽ ആൻസർ ആയി, കാരണം ബി വ്യത്യസ്തമാണ്, 1ഉം 2ഉം 3യുമാണ്. ബി എന്താ കാണിക്കുക? ബി COEN3 3+. It will show optical isomerism. COEN3 കാണിക്കുന്ന എന്താണ്? ഓപ്റ്റിക്കൽ ഐസോമെറിസം അല്ലേ മക്കളെ കാണിക്കാം. നോക്കടാ, this is EN1 and this is EN2 and this is EN3. They will show non-superimposable mirror image. ഓർക്കുന്നുണ്ടല്ലോ, a molecule like this will have dextro-levo configuration. They will show optical isomerism. ഇതിന്റെ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് വരയ്ക്കാൻ ശ്രമിക്കുക. പുസ്തകത്തിലുള്ളതാണ്, എല്ലാവരും കണ്ട് പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ബിക്ക് 3 വരണം. A4ഉം B3യും വരുന്ന ഒരു ചോയ്സ്. അപ്പൊ ഇതും കട്ടായി. ഓപ്ഷൻ സി വരണം. ശരിയല്ലടാ, ഓപ്ഷൻ സി വരണം. നോക്കിക്കോളൂ, A4ഉം B3യും. ഇനി C1 കറക്റ്റ് ആണോ? C1 CrNH3 5SO4Br ഷോ അയോണൈസേഷൻ ഐസോമെറിസം. ടെക്സ്റ്റ് ബുക്കിൽ വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് അല്ലെ. പെന്റാ അമീൻ സൾഫേറ്റോ അല്ലെ, പെന്റാ അമീൻ സൾഫേറ്റോ ക്രോമിയം 3 ബ്രോമൈഡ് ആൻഡ് പെന്റാ അമീൻ ബ്രോമിഡോ ക്രോമിയം 3 സൾഫേറ്റ്. അത് രണ്ടുമാണ് അയണൈസേഷൻ ഐസോമെറിസം വിശദീകരിക്കാൻ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ അതാണ്. ഇനി D2 കറക്റ്റ് അല്ലേ മക്കളെ? D2 ലിങ്കേജ് ഐസോമെറിസം. യെസ്, യു ഹാവ് എ ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ആൻഡ് therefore it show ലിങ്കേജ് ഐസോമെറിസം. ആൻസർ ഈസ് ഓപ്ഷൻ സി. പെർഫെക്റ്റ്. അടുത്ത ചോദ്യം, ദ IUPAC നെയിം ഓഫ് ദി കോംപ്ലക്സ് ആണ് ചോദ്യം. ഇറ്റ് ഷുഡ് ബി ടെട്രാ അമീൻ. ടെട്രാ അമീൻ എന്ന് വായിക്കുമ്പോൾ തന്നെ ഈ ചോയ്സ് കട്ടായി. ടെട്രാ അമീൻ വായിക്കുമ്പോൾ തന്നെ 3 ചോയ്സ് കട്ടായി. ട്രൈ അമീൻ എന്ന് വായിക്കുമ്പോൾ തന്നെ 3 ചോയ്സ് കട്ടായി. പിന്നെ ട്രൈ അക്വ ആണ്. ട്രൈ അമീൻ, ട്രൈ അക്വ, അതൊക്കെ സെയിം ആയിരിക്കുമല്ലോ അല്ലെ. ക്രോമിയം ഇത് ന്യൂട്രൽ, ഇത് -1 × 3 -3. അപ്പൊ ഇവിടെ 3 വരണം. അപ്പോൾ ബിയും ഡിയും, ബിയിൽ ക്രോമിയം 3, ഡിയിൽ ക്രോമിയം 2. സോ ദി ആൻസർ ഈസ്
ഓപ്ഷൻ ബോക്സ് അല്ലെ. ആൻസർ ഈസ് ഓപ്ഷൻ ബോക്സ്. ട്രൈ അമീൻ, ട്രൈ അക്വ, ക്രോമിയം 3 ക്ലോറൈഡ്, ബിക്കോസ് ക്രോമിയം ഈസ് ഇൻ ദ +3 സ്റ്റേറ്റ്. എങ്ങനെ മനസ്സിലായി? അമീൻ ന്യൂട്രൽ ആണ്, വാട്ടർ ന്യൂട്രൽ ആണ്, ക്ലോറിൻ -1 × 3 -3, അപ്പോൾ ഇയാൾ +3 ആയിരിക്കും. ഇൻഫാക്ട് ക്രോമിയം മിക്കപ്പോഴും +3 ആണല്ലോ കാണിക്കുന്നത്, അല്ല അങ്ങനെ തന്നെ അറിയാം. സോ ട്രൈ അമീൻ, ട്രൈ അക്വ, ക്രോമിയം 3 ക്ലോറൈഡ് എന്ന് ലഭിക്കും. ശരിയല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. The coordination numbers of platinum ion in the complexes PtCl6 2- എന്ന് പറയുമ്പോൾ കോർഡിനേഷൻ നമ്പർ 6 ആയി. അത് പറയുമ്പോൾ കോർഡിനേഷൻ നമ്പർ 6 ആയി. Fe ഓക്സലേറ്റോ 3 ആണ്. ഓക്സലേറ്റോ അറിയില്ലേ മക്കളെ? ഓക്സലേറ്റോ ഡൈഡൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഒരു ഓക്സലേറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരിക, ദിസ് ഈസ് 1 ഓക്സലേറ്റോ അല്ലെ, ദിസ് ഈസ് 1 ഓക്സലേറ്റോ. ഇതൊരു ഡൈഡൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഓക്സലേറ്റോ ബൈഡൻഡേറ്റ് ലിഗാൻഡ് ആണ് അല്ലെ. അപ്പൊ ഒരു ഓക്സലേറ്റ് എന്ന് വെച്ചാൽ 2 ആണ് ഡെൻസിറ്റി. അപ്പോൾ 3 ഓക്സലേറ്റോ എന്ന് പറയുമ്പോൾ 6 ആണ് ഡെൻസിറ്റി. കോർഡിനേഷൻ നമ്പർ ഇവിടെ 6 വരും. അപ്പോൾ 6ഉം 6ഉം ഏതാ? ഓപ്ഷൻ ബോക്സ്. ഓപ്ഷൻ ബോക്സ്. 6ഉം 6ഉം. ഓക്കെ, അടുത്ത ചോദ്യം. IUPAC നെയിം ഓഫ് ദ മോളിക്യൂൾ NCERT ഉള്ള എക്സാമ്പിൾ ആണ്. സോൾവ്ഡ് എക്സാമ്പിളിൽ ഉള്ളതാണ്. സോൾവ്ഡ് എക്സാമ്പിളിൽ ഉള്ളതാണ്. HgCO SCN 4 ടൈംസ്. മെർക്കുറി +1 ആണ്, അറിയാലോ അല്ലെ. മെർക്കുറി +1 സ്റ്റേറ്റിലാണ്. അപ്പോൾ ടോട്ടല് ഇവിടെ +1 സ്റ്റേറ്റ് ആണ്. അപ്പോൾ ടോട്ടല് ഇവിടെ -1 വരും. നിങ്ങൾക്കറിയാം തയോസൈനേറ്റോ SCN മൈനസ് ആണ്. -1 × 4 -4. അപ്പോൾ ഇയാൾ 3+ ആയിരിക്കും. അപ്പോൾ 3+ഉം -4ഉം വരുമ്പോൾ ഇവിടെ -1 വരും കേട്ടോ. അല്ലെങ്കിൽ 3+ഉം +1ഉം +4, അപ്പൊ ഇവിടെ -4. അങ്ങനെ ഓൾ ന്യൂട്രലായി. അപ്പോൾ മെർക്കുറി 1 എന്ന് വരണം. മെർക്കുറി 1, ദിസ് ഈസ് മെർക്കുറി 2. മെർക്കുറി 1 ടെട്രാതയോസൈനേറ്റോ S cobalt 3. ഓപ്ഷൻ A is the correct answer. Option A is the correct answer. Mercury 1 ടെട്രാതയോസൈനേറ്റോ S. എന്താണ് ഈ ടെട്രാതയോസൈനേറ്റോ S? തയോസൈനേറ്റോ ഒരു ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അപ്പൊ അതിൽ ആരാണ് ലിങ്ക് ചെയ്യുന്നത് എന്ന് പേരിൽ പറയണം. തയോസൈനേറ്റോ S ആണോ തയോസൈനേറ്റോ N ആണോ എന്ന് പറയണം. അതാണ് കറക്റ്റ് അല്ലേ? ഓക്കെ, ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. മെർക്കുറി 1 ടെട്രാതയോസൈനേറ്റോ S കോബാൾട്ടേറ്റ് 3. അടുത്തത്, the type of DD transition of the electron occur in TiH2O 6 times 3+. സോ ടൈറ്റാനിയം 3+ ആണ് അല്ലെ. ടൈറ്റാനിയം 3+ ആണ്, കാരണം വാട്ടർ ന്യൂട്രൽ ആണല്ലോ. ടൈറ്റാനിയം 3+. ടൈറ്റാനിയത്തിന്റെ അവസ്ഥ അറിയാലോ. ടൈറ്റാനിയം അറ്റോമിക് നമ്പർ സ്കാൻഡിയം 21, ടൈറ്റാനിയം 22. സോ ഇറ്റ് വിൽ ബി 3d2 4s2 എന്നാണ്. 3+ എന്ന് പറയുമ്പോൾ 3d1 ആയിരിക്കും അവസ്ഥ. അതുകൊണ്ട് തന്നെ എങ്ങനെയാ വരിക? T2Gയില് 1 ഇലക്ട്രോൺ, ഈ ജിയില് 0 ഇലക്ട്രോൺ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ട്രാൻസിഷൻ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ട്രാൻസിഷൻ. സോ T2G2, T2G2 ഇത് തെറ്റാണ്. T2G1 EG0 കറക്റ്റ് ആണ്. T2G1 EG0 ഈ ട്രാൻസിഷൻ തെറ്റാണ്. T2G1 EG0, T2G0 EG1, ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. എന്താ സംഭവിക്കാം? ഇവിടെയുള്ള ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് മാറും. അപ്പൊ ട്രാൻസിഷൻ നടന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ട്രാൻസിഷൻ നടന്നു കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി T2G0 ആൻഡ് EG1. സോ T2G1 EG0 becomes T2G0 EG1. T2G1 EG0 becomes T2G0 EG1. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്, പക്ഷെ നമ്മൾ പലപ്പോഴും തെറ്റിക്കാറുമുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യാം. Which of the following used in treatment of lead poisoning? lead poisoning treatment NCERT ഉള്ള കമന്റ് ആണ്. NCERT ഉള്ള കമന്റ് ആണ് EDTA.
EDTA യൂസ്ഡ് ഇൻ ലെഡ് പോയ്സണിങ് എന്നുള്ളത് കൃത്യമായിട്ട് NCERT-യിലുള്ള അതേ കമന്റ് ആണ്. അതുപോലെ DMG പഠിക്കാനുണ്ട്, കുപ്രോൺ പഠിക്കാനുണ്ട്, ആൽഫ നൈട്രോസോ ബീറ്റ നാഫ്തോൾ ആൻഡ് ട്രിസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ റോഡിയം ക്ലോറൈഡ്, വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്. ഇതെല്ലാം ടെക്സ്റ്റിൽ റെഫർ ചെയ്തിട്ടുള്ള സംഗതികളാണ്. പക്ഷെ ചിലതിൻ്റെ ഒന്നും സ്ട്രക്ചർ ഇല്ല. എവിടെ ഇതാ EDTA കേട്ടോ. EDTA യൂസ്ഡ് ഇൻ ലെഡ് പോയ്സണിങ്, EDTA യൂസ്ഡ് ഇൻ ട്രീറ്റ്മെന്റ് ഓഫ് ലെഡ് പോയ്സണിങ്. അതാണ് നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതാണ് കുപ്രോൺ എന്ന് പറയുന്ന ലിഗാൻഡ്. ദിസ് ഈസ് കുപ്രോൺ. 2 ബെൻസീൻ റിങ്, അതിൽ ഒരു സ്ഥലത്ത് ഹൈഡ്രോക്സിൽ അമീനും ഒരു സ്ഥലത്ത് ഹൈഡ്രോക്സിൽ അമീനും ഒരു സ്ഥലത്ത് OH. അതാണ് കുപ്രോൺ. ആൻഡ് ദിസ് വിൽ ബി ഓപ്റ്റിക്കലി ആക്റ്റീവ് സെന്റർ. റൈറ്റ്. പിന്നെന്തായിരുന്നു അവിടെ കണ്ടത്? നിക്കൽ DMG കോംപ്ലക്സ്. ഇതാണ് നിക്കൽ DMG കോംപ്ലക്സ്. ദിസ് ഈസ് കോൾഡ് DMG, ഡൈമീഥൈൽ ഗ്ലയോക്സിം. ദിസ് ഈസ് DMG, ഡൈമീഥൈൽ ഗ്ലയോക്സിം, ഡൈമീഥൈൽ ഗ്ലയോക്സിം. ഇതാണ് DMG. നോക്കടാ, ഡൈമീഥൈൽ, ഇതാണ് ഡൈമീഥൈൽ, ഡൈമീഥൈൽ ഗ്ലയോക്സിം. ഇതാണ് ഗ്ലയോക്സിം, ഡൈമീഥൈൽ ഗ്ലയോക്സിം. Makes a complex with nickel. You get a square planar complex like this, and it involves a hydrogen bonding over this segment and a hydrogen bonding over this segment. Nickel DMG complex വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് റെഡ് കളറിലുള്ള കോംപ്ലക്സ് ആണ്. ആവർത്തിച്ച് എല്ലാ പരീക്ഷകളിലും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എക്സാമ്പിൾ കൂടിയാണ് നിക്കൽ DMG കോംപ്ലക്സ്. പ്രത്യേകം പഠിക്കുക. അപ്പോൾ കുപ്രോൺ ശ്രദ്ധിക്കാം. ദിസ് ഈസ് ആൽഫ നൈട്രോസോ, ആൽഫ നൈട്രോസോ ബീറ്റ നാഫ്തോൾ, ആൽഫ നൈട്രോസോ ബീറ്റ നാഫ്തോൾ. പേര് ടെക്സ്റ്റിലുണ്ട്, പക്ഷെ ആ സ്ട്രക്ചർ ഇല്ല. സ്ട്രക്ചർ ഒന്ന് നോക്കി വെക്കാം. പിന്നെ വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് ഇതാ കിടക്കുന്ന മക്കള്, NCERT-യിലുള്ളതാണ്. വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്, ഇറ്റ്സ് എ റോഡിയം കോംപ്ലക്സ്, ട്രിസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ റോഡിയം ക്ലോറൈഡ്, known as Wilkinson's catalyst, used for the hydrogenation of alkene. ഇയാളാണ് അവിടെയുള്ള വേറൊരു ചോയ്സ്. കിട്ടോ? ട്രിസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ റോഡിയം ക്ലോറൈഡ് ഒരു റോഡിയം കോംപ്ലക്സ് ആണ്. ഓക്കെ, ഫൈൻ. അടുത്തത്, the number of unpaired electrons in COF6 എത്രയാ unpaired electrons വരിക? Cobalt atomic number 27, 3d7 4s2 എന്നാണ്. And here cobalt is 3+ state. So cobalt 3+ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 2 ഇലക്ട്രോണും ഇവിടുന്ന് 1 ഇലക്ട്രോണും പോയാൽ 3d6 എന്നാവും. 3d6 means it is like this. This is 3d6 configuration. And since it is a weak field ligand, it remain unaffected. ആ 4 ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിട്ടുള്ളത് അങ്ങനെ തന്നെ നിൽക്കും. ബിക്കോസ് ഫ്ലോറിൻ ഈസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. നമ്മൾ പഠിച്ചിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ചോദ്യം എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ്. 1, 2, 3, 4. ആൻസർ ഓപ്ഷൻ ബി 4 എന്ന് വരും. ഓപ്ഷൻ ബി 4. റൈറ്റ്. അടുത്തത്, a tertiary alkyl halide C4H9Br X reacting with the alcoholic KOH to give compound Y. Compound Y treated with HBr in presence of peroxide to give compound Z. Yയും Zഉം ആര് എന്നാണ് ചോദ്യം. 4 കാർബൺ ആറ്റമുള്ള ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ ഒറ്റ മോളിക്യൂളല്ലേ ഉള്ളൂ മക്കളെ. 4 കാർബൺ ആറ്റം വരുന്ന ടെർഷറി ആൽക്കൈൽ ബ്രോമൈഡ് ഈ ഒരു ഒറ്റ സാധനമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ സംശയമില്ല. ഇതാണ് എക്സ്, C4H9Br. ഇതാണ് എക്സ്. ദിസ് ഈസ് ട്രീറ്റഡ് വിത്ത് ആൽക്കഹോളിക് KOH. ദിസ് ഈസ് ട്രീറ്റഡ് വിത്ത് ആൽക്കഹോളിക് KOH. എന്ത് നടക്കൂടാ? ഈ ബ്രോമിൻ സ്ഥലം വിടും. ഈ OH മൈനസ് ഇവിടുന്ന് ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും. ആൻഡ് യു വിൽ ഗെറ്റ്
CH3C, double bond CH2, CH3. You get elimination product. ഇതാണ് Y എന്ന് പറയുന്ന സാധനം. എന്താ അതിന്റെ പേര്? ഐസോബ്യൂട്ടൈലീൻ. IUPAC നെയിം എന്താ? 2-methyl propene അല്ലെ? 1 2 3 2-methyl propane. 2-methyl propane. That is the IUPAC name. 2-methyl propane എന്ന് പറയുമ്പോൾ തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. 2-methyl propane. നമുക്ക് അപ്പുറത്തേക്കും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. Now this is treated with HBr in presence of peroxide. When this is treated with HBr in presence of peroxide, there will be anti-Markovnikov addition. അല്ലെ? Anti-Markovnikov addition നടക്കും. അങ്ങനെ നടക്കുമ്പോൾ ബ്രോമിൻ വരുന്നത് ഇവിടെയായിരിക്കും, ടെർമിനലിൽ വരും. So the result will be CH3C, CH2Br, CH3. ഹൈഡ്രജൻ ഇവിടെയും വരും, ബ്രോമിൻ ഇവിടെയും വരും. That means it is 1 2 3 1 bromo 2-methyl propane, 1 bromo 2-methyl propane, and our answer is option B എന്ന് നേരത്തെ നമ്മൾ കൺഫേം ചെയ്തു, എന്നാലും ഫൈനലി ചെക്ക് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ടെർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് ആൽക്കഹോളിക് KOH റിയാക്ട് ചെയ്യുമ്പോൾ 2-methyl propene കിട്ടും. 2-methyl propene treated with HBr peroxide, you get like this. ബ്രോമിൻ ഇവിടെയാണ് വരിക, ആന്റി-മാർക്കോണിക്കോഫ് അഡിഷൻ. അല്ലെങ്കിൽ ബ്രോമിൻ ഇവിടെ വരണം. ഇത് ആന്റി-മാർക്കോണിക്കോഫ് അഡിഷൻ ആണ്. അപ്പൊ കിട്ടുന്നത് 1 2 3 1 bromo 2-methyl propane and hence the answer. Okay. അടുത്തത്, which of the following statement is incorrect എന്നാണ് ചോദ്യം. Incorrect. -2 bromo octane react with NaOH give plus octane 2-ol by SN2 reaction. SN2 reaction നടക്കുമ്പോൾ ഇൻവേർഷൻ നടക്കാം, പ്ലസ് മൈനസ് ആവാം, പ്ലസ് ആവാം. എന്തായാലും പ്രോഡക്റ്റ് ഇൻവേർട്ടഡ് ആണ്. പ്രോഡക്റ്റ് ഇൻവേർട്ടഡ് ആവുമ്പോൾ പ്ലസ് മൈനസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആവാം. അപ്പൊ ഇത് ആവാം, ആവാതിരിക്കാം, അവിടെ നിൽക്കട്ടെ. നോക്കൂ, -2 bromo octane റിയാക്ട് വിത്ത് NaOH ഗിവിംഗ് SN2 മെക്കാനിസം ആണ്. SN2 മെക്കാനിസം എന്താണ്? SN2 മെക്കാനിസത്തിന്റെ പ്രത്യേകത? ദാറ്റ് ഈസ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. അപ്പൊ ഡെക്സ്ട്രോ ലീവോ ആവാം. അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. കാരണം റിയാക്ടന്റ് വേറെ, പ്രോഡക്റ്റ് വേറെ, ഇതിന്റെ കോൺഫിഗറേഷൻ മാറും, അതിൽ സംശയമൊന്നുമില്ല. കോൺഫിഗറേഷൻ നിർബന്ധമായിട്ട് മാറും. എങ്ങനെ കോൺഫിഗറേഷൻ? ഇപ്പൊ ഇങ്ങനെയുള്ളൊരു മോളിക്യൂള് നോക്കടാ, ABCX will be converted to, treated with nucleophile, will be converted to like this. ഇതിൽ മാറ്റമൊന്നുമില്ല, കോൺഫിഗറേഷൻ ഇൻവേർട്ടഡ് ആവും. കാരണം SN2 മെക്കാനിസം അങ്ങനെയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. SN2 മെക്കാനിസത്തിൽ എക്സിസ്റ്റിംഗ് എക്സ് പോകുന്നതിന് മുൻപ് തന്നെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യാണല്ലോ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബാക്ക് സൈഡ് അറ്റാക്ക്. അതുകൊണ്ട് തന്നെ വാൽഡർ ഇൻവേർഷൻ എന്ന് പറയുന്ന ഇൻവേർഷൻ നടക്കും. അങ്ങനെ നടന്നാൽ പ്ലസ് മൈനസ് ആവാം, അവിടുന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ഇയാളല്ല ഇയാള്. അടുത്തത്, 2 bromo butane react with NaOH gives racemic mixture by SN1 mechanism. SN1 മെക്കാനിസത്തില് റെസിമിക് മിക്സർ കിട്ടും, അറിയാലോ. അപ്പൊ അത് ശരിയാണ്. ഇത് ശരിയാവാം, ഇത് ശരി തന്നെയാണ്. അടുത്തത്, ബീറ്റ എലിമിനേഷൻ ഓഫ് 2 bromo pentane give 1 pentene മേജർ പ്രോഡക്റ്റ്. ഇത് തെറ്റാണ്. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് സേഷഫ് റൂൾ. സേഷഫ് റൂളിൽ എന്താ പറയുന്നത്? 2 മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ് കിട്ടുക, അല്ലെ? 2 bromo pentane. 2 bromo pentane. This is 2 bromo pentane when treated with alcoholic KOH. Hope you remember. ഇത് alpha carbon, ഇത് beta carbon 1 and this is beta carbon 2. ഇത് alpha carbon, അവിടെ നിന്നാണ് ബ്രോമിൻ പോവുക. ഹൈഡ്രജൻ beta 1 എന്ന് പോയാൽ ഇവിടെയാണ് ഡബിൾ ബോണ്ട് വരിക. You get 1 pentene.
ഹൈഡ്രജൻ ഇവിടുന്ന് β2 എന്ന് പോയാൽ ഇവിടെയാണ് ഡബിൾ ബോണ്ട് വരിക. യു ഗെറ്റ് 2 pentane. സോ യു വിൽ ഗെറ്റ് 2 പ്രോഡക്ട്സ്. β1 നിന്ന് ഹൈഡ്രജൻ പോയാൽ ഇങ്ങനെ കിട്ടും. β2 നിന്ന് ഹൈഡ്രജൻ പോയാൽ ഇങ്ങനെ കിട്ടും. And you know this is the major product according to Seychef rule. അല്ലെ, most substituted alkene dominates according to Seychef rule പഠിക്കുന്നതാണ്. അപ്പോ അത് ഇവിടെ തെറ്റാണ്. And that seems to be the incorrect statement. Option C is the answer. Option C is the answer. ഇനി ഡിയും ഇയും കൂടെ നോക്കാം. The hybridization of carbon in the intermediate formed in SN1 reaction sp2. ശരിയാണല്ലോ അല്ലെ, കാരണം SN1 ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് കാർബോ കാറ്റയോൺ ആണ്. കാർബോ കാറ്റയോണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 പ്ലാനാർ ആണ്, പഠിക്കുന്നതാണ്. അടുത്തത്, പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് അണ്ടർഗോ SN2 ഫാസ്റ്റർ ദാൻ സെക്കൻഡറി. കറക്റ്റ് അല്ലേ? SN2ന്റെ ഓർഡർ എങ്ങനെയാ മക്കളെ വരിക? SN2ന് ഓർഡർ എങ്ങനെയാണ്? ഇറ്റ് ഈസ് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. വൈൽ SN1ന്റെ ഓർഡർ എങ്ങനെയാണ്? ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. അപ്പോ പ്രൈമറി ആണെങ്കിൽ SN2 പ്രൊമോട്ട് ചെയ്യും, ടെർഷ്യറി ആണെങ്കിൽ SN1 പ്രൊമോട്ട് ചെയ്യും. പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ? ഫൈൻ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, the reagent and conditions required for the following conversion. ക്ലോറോബെൻസീനെ ഫിനോൾ ആക്കി മാറ്റണം. നമ്മൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആശയമാണ് ഹാലോ ആൽക്കെയിൻസിൽ. അറൈൽ ഹാലൈഡ്സ് ആർ എക്സ്ട്രീംലി ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്യൂ ടു 3-4 ഡിഫറെന്റ് റീസൺസ് വി ലേൺ. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, they undergo substitution reaction under elevated drastic condition. എന്താണ് ഡ്രാസ്റ്റിക് കണ്ടീഷൻ? It is heating with NaOH at 623 Kelvin temperature, 300 atm pressure, followed by acidification. ഓപ്ഷൻ എ അല്ല, NaOH വേണം. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ അല്ലെ? ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് NaOH, 623 Kelvin temperature, 300 atm pressure, followed by acidification. ആദ്യം സോഡിയം ഫിനോക്സൈഡ് ഫോം ചെയ്യും, അത് അസിഡിഫൈ ചെയ്താൽ ഫിനോൾ കിട്ടും. റിയാക്ഷൻ ഈസ് ഓൾസോ കോൾഡ് ഡൗസ് പ്രോസസ്. പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? റൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ആൻഡ് ദാറ്റ് സീം ടു ബി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദാറ്റ് സീരീസ്. ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് നോൺ ആസ്, ഇതിലൊന്നുമില്ലല്ലോ, സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷൻ, halogen exchange. A given alkyl chloride or bromide heated with metal fluoride, silver fluoride, cobalt fluoride, antimony fluoride ഒക്കെ വെച്ചിട്ട് ചൂടാക്കി. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ബ്രോമൈഡ്, അവിടെ ആ ക്ലോറൈഡോ ബ്രോമൈഡോ പോയിട്ട് അവിടെ ഫ്ലൂറൈഡ് വരും. ആൻഡ് ദാറ്റ് ഈസ് ദ ഹാലോജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. ഹാലോജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ് പഠിക്കുന്നത്, ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും. ഫിംഗൽസ്റ്റീൻ റിയാക്ഷനിൽ നമ്മൾ ക്ലോറിൻ ബ്രോമിൻ മാറ്റിയിട്ട് അയഡിൻ ആണ് കൊണ്ടുവരിക, ട്രീറ്റിംഗ് വിത്ത് NaI. ഇവിടെ ഫ്ലൂറിൻ ആണ് കൊണ്ടുവരിക. ആൻഡ് ദാറ്റ് ഈസ് സ്വാർട്സ് റിയാക്ഷൻ. ദിസ് ഈസ് റീപ്ലേസ്മെന്റ് ഓഫ് അയഡിൻ. ക്ലോറിൻ ബ്രോമിൻ റീപ്ലേസ്ഡ് യൂസിങ് അയഡിൻ, NaI ഇൻ ഡ്രൈ അസെറ്റോൺ. ഇതല്ല, മെറ്റാലിക് ഫ്ലൂറൈഡ് വെച്ച് ചൂടാക്കുക, യു ഗെറ്റ് ഫ്ലൂറൈഡ് ആൻഡ് ഇറ്റ് ഈസ് സ്വാർട്സ് റിയാക്ഷൻ. Right? And that was the last question in that collection. We were going through important aspects and questions from the chapter Coordination Chemistry and Haloalkanes with more content. അടുത്ത ചാപ്റ്ററിലെ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സി യു. അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ.